Watch full episodes on Jio Hotstar. എടാ ചക്ക, നീ വളരെ മിടുക്കനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. മായാജാല ശക്തി ഉപയോഗിച്ച് അപ്രത്യക്ഷമാകാൻ ശ്രമിക്കുകയാണോ? എനിക്കും ഒരുപാട് മാജിക് അറിയാം. ഈ കാണുന്ന പ്രകാശത്തിൽ എല്ലാവരുടെ മാജിക് എന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കും. മൊത്തം പ്രശ്നമായെന്ന് തോന്നുന്നല്ലോ രുദ്ര. ഇനി നമ്മൾ എന്ത് ചെയ്യും? സുഹൃത്തുക്കളെ, ആരും അനകരുത്. നമുക്ക് അവരെ ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല. അത് ശരി, ഞാൻ നിൽക്കുന്നു. കണ്ടു നിങ്ങളെ. പിടിക്കവരെ. നമ്മൾ പിടിക്കപ്പെട്ടു. ഇവിടുന്ന് പോകാം രുദ്ര. അവരുടെ പുറകെ ഓട്. രുദ്ര, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. ഐഡിയ. അല്ല, എവിടെ പോയി അവര്? ഇല്ല. അത് എലിയുടെ ഷാഡോ ആണ്. കണ്ടു പേടിക്കണ്ട. ആ 5 കല്ലുകളെ കുറിച്ചുള്ള രഹസ്യം എന്താണ്? ആദ്യത്തെ കല്ലിന് ഭൂമിയുടെ ശക്തിയുണ്ട്. രണ്ടാമത്തെ കല്ലിൽ ആകാശത്തിന്റെ ശക്തിയുണ്ട്. മൂന്നാമത്തതിൽ അഗ്നിയുടെ ശക്തിയുണ്ട്. നാലാമത്തതിൽ കാറ്റിന്റെ ശക്തിയുമുണ്ട്. അഞ്ചാമത്തതിൽ മിനറൽസിന്റെ ശക്തിയുമുണ്ട്. ഇരുമ്പ്, സ്വർണം, വെള്ളി, അങ്ങനെ ഏതൊരു മിനറൽസിനെയും തന്റെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള ശക്തി അതിനുണ്ട്. സമ്മതിച്ചു. എറോഷ്യസ് ആ കല്ലുകളെല്ലാം സ്വന്തമാക്കി അത്രയും ശക്തിമാനായിട്ട് മാറിപ്പോകും. പിന്നെ ആർക്കും അവന്റെ കഥ അവസാനിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആ കല്ലുകൾ വെച്ച് എന്ത് ചെയ്യും? സൂര്യഗ്രഹണം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ആ കല്ലുകളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അതും ആ മാജിക് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. ഒരുപക്ഷെ കൊണ്ടുവയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ സൂര്യഗ്രഹണം അവസാനിച്ചതിന് ശേഷം ആദ്യത്തെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിച്ചാൽ ഈ ലോകം മുഴുവനും നശിച്ചു പോകും. അപ്പൊ അവര് ഏതോ മാജിക് ഉപയോഗിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഏതാണ്ട് ഇന്ത്യ എന്നുള്ള പേരുള്ള രാജ്യത്തിൽ നിന്നാണ്. ഒരു കുഴപ്പമില്ല. ഒരു പ്രാവശ്യം ആ 5 കല്ലുകൾ എന്റെ കൈവശം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല. ദേ ഇതുകൊണ്ടോ? ഇതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇരുട്ടിന്റെ സമയത്ത് ഞാൻ പുറത്തു വരാറുണ്ട്. അതിഭയങ്കരമായ പ്രകാശം കണ്ട് ഞാൻ പേടിക്കാറുമുണ്ട്. മറ്റുള്ളവർ ചില വസ്ത്രങ്ങൾ അണിഞ്ഞു നടക്കാറുമുണ്ട്. ഇപ്പോൾ അതേ വസ്ത്രമാണ് ഞാൻ മൂടിപ്പൊതിച്ചിരിക്കുന്നത്. ഇരുട്ട് സമയത്ത് ഞാൻ പുറത്തു വരാറുണ്ട്. അതിഭയങ്കര പ്രകാശം കണ്ട് പേടിക്കാറുണ്ട്. എന്തുവെച്ചാൽ എന്താണ് അർത്ഥം? ഏത് വസ്ത്രങ്ങൾ കൊണ്ടാണോ മറ്റുള്ളവരെ പുതപ്പിച്ചുകൊണ്ടിരുന്നത് അതിൽ മൂടി പൊതിച്ചാണ് എന്നെ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. വേണമെങ്കിൽ ഈ കടകഥ ഞാൻ അല്പം ഈസി ആക്കി തരാം. അല്ലാതെ സോൾവ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അത് രാത്രിയിൽ പുറത്തു വരുന്ന വല്ല മൃഗവും ആയിരിക്കും. അത് രാത്രി മാത്രമേ പുറത്തു വരൂ. പക്ഷെ അതിൽ ഏത് മൃഗമാണ് വസ്ത്രം അണിയുന്നത്? അത് നിങ്ങൾ തന്നെ അങ്ങ് സോൾവ് ചെയ്താൽ മതി. രംഗീല, നീ പസിലിന് ഉത്തരം കണ്ടെത്തിയിട്ടില്ല. നീ അത് വീണ്ടും കൺഫ്യൂസ് ചെയ്ത് വിട്ടിരിക്കുക. ഈ സംഭവം വേറെയാ. ഇത് ഇരുട്ടിൽ മാത്രം പുറത്തിറങ്ങാൻ താല്പര്യപ്പെടുള്ളൂ. അതിഭയങ്കര പ്രകാശം കണ്ടത് പേടിക്കാറുണ്ട്. മറ്റുള്ളവരെ ഇത് പുതപ്പിച്ചുകൊണ്ടിരുന്ന വസ്ത്രം മൂടി പൊതച്ച വസ്ത്രത്തിലാണ് പുറത്തു വരുന്നത്. എന്നുവെച്ചാൽ വസ്ത്രം ഉടുക്കാറില്ല, മൂടി പൊതച്ചാണ് വരുന്നത്. എന്നുവെച്ചാൽ വസ്ത്രങ്ങൾ അണിയത്തില്ല, മൂടി പൊതച്ചാണ് നടക്കുന്നത്. അക്കണക്ക് നോക്കുമ്പോൾ അത് മൃഗമാകാൻ ചാൻസ് ഇല്ല. എന്റെ തല മാത്രമല്ല നരിന്റേത്, അതിന്റെ അകത്തിരിക്കുന്ന ബുദ്ധിയും നരിന്റെ തന്നെയാണ്. എന്നിട്ടും ഈ കടുങ്കഥന്റെ ഉത്തരം എനിക്ക് കണ്ടെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഏത് തരം മനുഷ്യനാണ് അവൻ? അവൻ വസ്ത്രങ്ങൾ അണിയാറില്ല, മൂടി പൊതച്ചാണ് നടക്കുന്നത്. ഇരുട്ടിൽ മാത്രം പുറത്തേക്ക് വരുന്നത്. പ്രകാശം കണ്ട് പേടിക്കുന്നു. യെസ് യെസ്, നമ്മൾ ഈജിപ്തിലാണ്. ഈജിപ്തിൽ ഒരുപാട് മമ്മീസ് ഉണ്ടാവും. അവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാതെ മൂടി പൊതച്ചായിരിക്കും ഇരിക്കുന്നത്. അതെ അതെ, മമ്മീസ്. ഇത് മമ്മീസ് തന്നെയാണ്. പക്ഷെ മമ്മീസ് പിരമിഡിലാണല്ലോ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഞാൻ നടക്കുന്ന മമ്മീസിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും.
ബാബാദീൻ സാറേ, ഇതൊന്ന് നോക്കിയേ. നമ്മൾ കളങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തിയപ്പോ ബുക്കിൽ ഒരു മാപ്പ് വരാൻ തുടങ്ങി. പക്ഷെ ഇത് ഏതാ സ്ഥലം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് മാപ്പിനെ ഫോളോ ചെയ്തിട്ട് പോകാം. വരും, നമുക്ക് പുറപ്പെടാം. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ നമ്മൾ നോർത്ത് ഡയറക്ഷനിലോട്ടാ പോകണ്ടേ. രണ്ട് അവിടെയുണ്ട് ധ്രുവ നക്ഷത്രം. അതെപ്പോഴും നോർത്തിലാണുള്ളത്. നമ്മൾക്ക് ആ ദിശയിലാ പോകണ്ടേ. എങ്കിൽ പിന്നെ വരൂ കൂട്ടുകാരെ, നല്ല കാര്യം എന്തിനാണ് ലേറ്റ് ആക്കുന്നത്? നീ ആരാണ്? ഞാനാണ് ബ്ലാക്ക് വിച്ച്. നീ ഇലാക്ക കടന്ന് പറന്നു പോകാനാവില്ല. കല്ലുകളെ തേടി പറന്നു പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, മനസ്സിലായോ? മാറി നിൽക്ക്. ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കാം. അന്തർ മന്തർ കാളികൾ എന്തർ ചൂ. വാ, നമുക്ക് താഴേക്ക് പോകാം. Ibaiska Black Witch disappearo. വടക്കതിക്ക് അങ്ങോട്ടാണ്. നമുക്കതേ ആവശ്യത്തോട്ടാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് പറന്നു പോകാൻ കഴിയില്ല. ഇവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. Ibaiska hoverboard creato. ഇതേതോ മാജിക്കിന്റെ ലൈറ്റ് ആണല്ലോ. ഞാൻ നിൽക്കുന്നു, അവരുടെ പുറകെ പോ. എന്തെങ്കിലും ചെയ്യേ. എല്ലാരും പെട്ടെന്നിരുന്നേക്ക്. ഇതെന്താണ്? ആകെ പ്രശ്നമാകുന്നതിന് മുമ്പേ എല്ലാരും കയറി ഇരിക്കാൻ നോക്ക്. അല്ലെങ്കിലേ എന്താ ഏതാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല. Ibaiska Lions Danso. എന്റെ സിംഹങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? ഇതൊക്കെ ചക്കൻ രുദ്രന്റെ മന്ത്രതന്ത്രങ്ങളാണ്. അറിയുന്നത് അവനെ നമ്മൾ മുകളിൽ കാണില്ല, അതുപോലെ തന്നെയാണ് അവൻ. പാതാളത്തിന്റെ അവനും ജീവിക്കണവനാണ്. നമ്മൾ കുറച്ചും കൂടി സൂക്ഷിച്ചു വേണം ചെല്ലേ. മതിയാക്ക്, നിർത്താനാ പറഞ്ഞത്. ഇനിയും വേഗത്തിലോട്. അവർ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അവരെവിടെ എവിടെ അടുത്തുണ്ട്. പെട്ടെന്ന് എന്താ പറ്റിയേ? Ibaiska protection cover creato. ഹെരോഷ്യസ്, നിങ്ങൾ അവന്റെ കട അവസാനിപ്പിച്ചു. ഇനി അവന്റെ കല്ല് നമുക്ക് തട്ടിപ്പറിക്കാം. ഇനി ആ കല്ല് വേറെ എങ്ങോട്ടും പോവില്ല. ഞാൻ എപ്പോ വിചാരിച്ചാലും അത് എടുക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാളും മുമ്പ് നമുക്ക് മറ്റുള്ള കല്ലുകളാണ് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നതിന് മുമ്പ് പോകാം ഗസൂബയിലേക്ക്. Ibaiska passage creato. അവരും നമ്മളെ കടത്തി വെട്ടി മുന്നോട്ട് പോയിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം.
ഈജിപ്ഷ്യൻ നഗരം എത്ര അതിമനോഹരമായിട്ടിരിക്കുന്നു അല്ലേ? വാവ്! ഇത് ഗസൂബ നഗരമാണ്. ദാ അങ്ങോട്ട് നോക്ക്, അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഭാഷയുടെ പേര് നാസർ എന്നാണ്. വരൂ, നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തിന് മാത്രമേ നമ്മെ സഹായിക്കാനാകൂ. ബാഷ നാസിർ, ഞങ്ങൾക്ക് താങ്കളുടെ സഹായം ആവശ്യമുണ്ട്. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാനാകൂ. ഞെട്ടിപ്പോയി അല്ലേ? നമുക്കറിയാം ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന്. എന്നിട്ട് നമുക്കിതും അറിയാം, എനിക്ക് മാത്രമേ അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുമുള്ളൂ. ഇവിടുത്തെ ബോസിനെ ഞങ്ങളുടെ മഹാബലി ഹെറോഷ്യസ് അടിച്ചു പുറത്താക്കി കഴിഞ്ഞു. നിങ്ങളിപ്പോ കാണുന്ന നസൂബ നഗരത്തിന്റെ രാജാവ് ഇദ്ദേഹമാണ്, ഹെറോഷ്യസ് ആണ്. ഹെറോഷ്യസ്, ഇപ്പോഴും സമയമുണ്ട്. ആ കല്ല് ഞങ്ങൾക്ക് തന്നേക്ക്, അല്ലെങ്കില് ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ വിരട്ടൽ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെറോഷ്യസിന് സന്തോഷമായിരിക്കുന്നു. ഹെറോഷ്യസിന് സന്തോഷമെങ്കിൽ നിനക്കും സന്തോഷം. പിടിക്കവരെ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഓടി വരണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും വരണേ, ഓടിക്കോ, ഓടിക്കോ. ഇനി എനിക്ക് ഓടാൻ കഴിയില്ല. ഐഡിയ. പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്. നിങ്ങളാരാണ്? ഞാൻ ഇവിടുത്തെ ഭാഷ നാസർ. ഹെറോഷ്യസ് പെട്ടെന്ന് ഇവിടെ വന്ന് ആക്രമിച്ചു. അതുകൊണ്ട് ഞാൻ ജീവൻ രക്ഷപ്പെടാൻ ഓടി ഒളിച്ചു. പിന്നെ എനിക്ക് അവനുമായിട്ട് ഏറ്റുമുട്ടാനാവില്ല, കാരണം അവൻ ഒരുപാട് മാജിക് അറിയാം. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ലോകം അപകടത്തിലാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് ആവശ്യമുണ്ടോ ഞാനത് ഞങ്ങൾക്ക് ചെയ്തു തരാം. പക്ഷേ എൻ്റെ ഈ നഗരം തിരിച്ചു പിടിക്കാൻ നീ എനിക്ക് സഹായിക്കണം. എനിക്ക് എൻ്റെ സിംഹാസനം എനിക്ക് തിരിച്ചു പിടിക്കണം. സമ്മതിച്ചു. ഇപ്പൊ ഷാക്കിർ ആരുടെ പേരാണെന്ന് പറയാവോ? ഷാഹിറോ? ഷാഹിർ ആരുടെ പേരല്ല. ഒന്ന് ആലോചിക്കൂ, ഷാക്കിറിന്റെ പേരിൽ ആരെങ്കിലും കാണും. നിങ്ങളുടെ മുത്തശ്ശന്മാർ. ഓഹോ, എന്റെ മുതുമുത്തച്ഛന്റെ പേര് ഷാഹിർ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശില്പം ഈ നഗരത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകും. ഞങ്ങൾക്ക് ആ സ്ഥലത്തോട്ട് പോകണ്ടേ?
വാടാ വാടാ, ഞങ്ങളുടെ പുറകെ വാടാ. ഈ സ്റ്റാച്ചു ഒന്ന് നോക്കിക്കേ. എന്തോ കിങ് ഷാക്കിർ ആർക്കോ വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. കല്ലതിന്റെ താഴെ തന്നെ കാണും. കല്ലോ? ഏത് കല്ല്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പൊ താഴോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കണം. എന്നാലും ഇവിടെ നിന്ന് നോക്കാം. അതായിരിക്കും ആ സ്ഥലം. കൂട്ടുകാരെ, ഞാൻ ആ വഴി കണ്ടെത്തി കഴിഞ്ഞ്. വരൂ, നമുക്ക് അകത്തോട്ട് പോകാം. അയ്യോ, ഇതെന്തൊരു ഗുലുമാലാണ്. നമ്മൾ ഇറങ്ങി എങ്ങോട്ടായി പോകുന്നേ? ഈ സ്ഥലം വളരെ വിചിത്രമാണല്ലോ. ഇവിടെ ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞാലും കോറിഡോർസ് ആണല്ലോ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകണ്ടേ? ആ കാണുന്ന പെയിന്റിംഗിൽ എന്തെങ്കിലും ക്ലൂ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ? ആ വഴിയിലോട്ട് ചെല്ല്. എല്ലാ കാക്കകളും ഒരേ ഡയറക്ഷനിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാല് ആ കാക്കകൾ നമുക്ക് ഡയറക്ഷൻ പറയുവാണ്. ദേ അവിടെയുണ്ട് കാറ്റിന്റെ ശക്തിയുള്ള കല്ല്. അതിഭയങ്കര കാറ്റ് വീശുന്ന ശക്തി അതിനുണ്ട്. അടിപൊളി. എന്റെ നഗരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നോ? എനിക്കറിയില്ലായിരുന്നു. ഈ കാക്കകൾ മൊത്തം ഞങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാ. അപ്പോഴേക്കും അടുത്ത പുലിവാല വന്നല്ലോ. ഇവിടെ രക്ഷയില്ലെന്ന് തോന്നുന്നു. ഇനി എങ്ങോട്ടാ പോവാ? എങ്കിൽ ഞാൻ പിന്നെ എന്റെ കടയിൽ കയറിയേക്കാം. വാ, ഇങ്ങോട്ട് വാ. അവന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. ഒച്ച അവിടുന്നാ വരുന്നേ. വാ. രുദ്ര, ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. കെട്ടിപ്പോയി കാറ്റിന്റെ ശക്തിയുള്ള കല്ല്.
Sibaiska, door close. കുട്ടി, നീ എന്താ കരുതിയത്? ഈ ഒരു ചുവര് കെട്ടി നീ എന്നെ തടഞ്ഞു നിർത്താവുന്നോ? ഹിറോഷിയസ്, രുദ്രന്റെ പ്രായത്തിനെയും രുദ്രന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. സൈനികരെ, ഈ ഷീൽഡിനെ തല്ലി തകർക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ എന്താ വായി നോക്കി നിൽക്കുന്നേ? വേഗം ഇവിടുന്ന് സ്ഥലം വിടാം. ഓർത്തു നോക്ക്, ആ പസിലിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഈച്ചക്ക് ദാന ബീച്ചക്ക് ദാന, ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാൽ ധാന്യത്തിന് മേളിൽ ധാന്യം എന്ന് വെച്ചാല് ഒരു കല്ല് താഴെയാണെങ്കിൽ മറ്റൊന്നും മുകളിലുണ്ട്. പക്ഷെ ഇത് മുകളിൽ എവിടെയാണ്? മുകളിൽ എന്ന് വെച്ചാൽ ഈ സ്ഥലം തന്നെ ആയിരിക്കും. പക്ഷെ കല്ലെവിടെയാണ്? രുദ്ര, വേഗം എന്തെങ്കിലും ഐഡിയ ചെയ്യേ. അവന്റെ ഹാമർ നിന്റെ ഷീൽഡ് തകർത്തുകൊണ്ടിരിക്കുക. പുറത്തു വന്നാൽ അവൻ നമ്മളെ ക്രാക്ക് ചെയ്യും. ഉത്തരം ആ പസിലിൽ തന്നെയുണ്ട്. ചില സമയങ്ങളെല്ലാം മിണ്ടാതിരിക്കും. അത് കഴിഞ്ഞിട്ട് അവൻ ധന്യം തന്നെ കഴിച്ചോണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു ധന്യം അവൻ കഴിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ കല്ല് അവൻ കഴിക്കാൻ പോവുകയാണ്. യെസ്, ആദ്യത്തെ കല്ല് അവന്റെ വയറിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് നാലാമത്തെ കല്ലാണെന്ന്. ഒരു പക്ഷേ അത് കിട്ടിപ്പോയി. കല്ല് അതിന്റെ വയറിനകത്ത് തന്നെയുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.